ഈശോയിലെ ക്രിസ്ത്യൻ പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം കുഞ്ഞുമക്കളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ അവരെ തടയുകയാണ്. അല്ലെ, ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുഞ്ഞു പിള്ളേരൊന്നും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശിഷ്യന്മാർ അവരെ തടയുന്നു. പക്ഷെ ഈശോ ശിഷ്യന്മാരെ തിരിഞ്ഞ് അവരെ ശകാരിക്കുകയാണ്. അവരെ തടയേണ്ടെന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് ഇത്തിരി സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ് അവരെ തടയേണ്ട, കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണെന്ന് പറയുകയാണ്. കുഞ്ഞുങ്ങളെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്ന് പറയുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്നാണ്. ശരീരം കൊണ്ടല്ല, മറിച്ച് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ പോലെ ആകണം എന്നുള്ളത്. ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങളെ പോലെ ആകണം, എങ്കിലേ സ്വർഗരാജ്യം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാകണം, തിന്മയില്ലാത്തവരാകണം എന്നാണ് ഈശോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കുഞ്ഞുങ്ങളെ പോലെ ആകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ആകാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവികമായിട്ടുള്ള രീതിയിൽ വളർത്തുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്